എന്റെ പൊന്നോ! ഇപ്പൊ ആക്ച്വലി നമ്മൾ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഡിലേയ്സ് അല്ലാതെ വേറെ ഒരു സാധനവും നമുക്ക് കാണാൻ കഴിയില്ല. കുറച്ച് മുമ്പ് നമ്മൾ GTA 6 ഡിലേ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡൂംസ്ഡേയും സീക്രട്ട് വേഴ്സും അവരെന്താണ് ഇങ്ങനെ ഡിലേ ചെയ്തിട്ടുണ്ട്. ആൻഡ് യെസ്, എനിക്കറിയാം നിങ്ങൾക്കുണ്ടായിരുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ? ആൻഡ് അതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി. അതിന്റെ കൂടെ തന്നെ വേറെയും കുറെ ന്യൂസുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം നമ്മുടെ ഭാഗത്ത് അധികം സമയങ്ങളൊന്നുമില്ല. അപ്പൊ ആരുടെ സമയമൊന്നും ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം നമുക്ക് ടോം ക്രൂസിന് ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഫൈനൽ റെക്കണിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഈ ഒരു ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ സിനിമ ഇപ്പോഴാണ് വേൾഡ് വൈഡ് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ ഒരാഴ്ച മുമ്പായിരുന്നു അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഇപ്പോൾ വേൾഡ് വൈഡ് ഫിലിം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മൾ ആക്ച്വലി റിയാക്ഷനിലേക്ക് നോക്കിയാൽ ഒരു മിക്സഡ് റിയാക്ഷൻ ആണ് നമുക്ക് ത്രൂ ഔട്ട് വേൾഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം ഒത്തിരി ഫാൻസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതല്ലായിരുന്നു അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഈതൻ ഹണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു എൻഡിങ് അവർ കുറച്ചും കൂടി ബെറ്റർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്മുടെ റിവ്യൂവിനകത്ത് ഞാനും അത് തന്നെയാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റിവ്യൂ നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, എൻ്റെ സ്വന്തം അഭിപ്രായം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. ആൻഡ് ഞാനും ഇത്രയും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്തുള്ള ആക്ഷൻ സെറ്റ് പീസും സ്റ്റൺസും കാര്യങ്ങളൊക്കെ പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്റ്റോറി ലെവൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതല്ലായിരുന്നു ആ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയിരുന്നൊരു എൻഡിങ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു. റീസെൻ്റ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇതിൻ്റെ ഡയറക്ടറിനോടും അതുകൂടാതെ തന്നെ ദ മാൻ ഹിംസെൽഫ് ടോം ക്രൂസിനോടും പല ആൾക്കാർ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് ഈതൻ ഹണ്ടിൻ്റെ സ്റ്റോറി ഇവിടെ വെച്ച് തീർന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. ആൻഡ് അതുകൂടാതെ തന്നെ ഒരു സിനിമയുടെ എൻഡിങ് അവരൊരു ഓപ്പൺ ആക്കിയാണ് അവർ ഇട്ടേക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും ഇൻടാക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് ഫ്യൂച്ചറിൽ ഇനി മറ്റൊരു മിഷൻ ഇമ്പോസിബിൾ കിട്ടാൻ സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ടായിരുന്ന ആക്ട്രസ് ആയിട്ടുള്ള ഹെയ്ലി ആറ്റ്വെല് സിനിമയുടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരി 9 മാസം പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡെഡിക്കേഷൻ സമ്മതിച്ച് കൊടുക്കേണ്ടത് തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ ലയൺസ് ഗേറ്റിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ജോൺ വിക്ക് ഫ്രാഞ്ചൈസിയിൽ നിന്ന് വരാൻ പോകുന്ന പുതിയൊരു സിനിമ തന്നെയാണ് ബാലറീന. ആൻഡ് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഇനീഷ്യൽ സ്ക്രീനിങ് ഈ അടുത്തിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഭൂരിഭാഗം ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന റിവ്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല പടമാണ്. ജോൺ വിക്ക് പോലെ തന്നെ ആ ഒരു യൂണിവേഴ്സിലെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പിൻ ഓഫ് ആണെന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻഡ് സിനിമയ്ക്കകത്ത് കിയാനു റീവ്സിന്റെ കമിയോസ് ഉണ്ട്, വേറെ കുറെ കമിയോസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. സോ നമുക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ബാലറീന. നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് പുതിയൊരു സ്പിൻ ഓഫ് സിനിമ കാണാൻ വേണ്ടി? സോ ഈ അടുത്തിടയിൽ ജുറാസിക് വേൾഡിന്റെ പുതിയ സിനിമയായിട്ടുള്ള റീബർത്തിന്റെ പ്രൊമോഷൻ കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെ സ്കാർലറ്റ് ജോൺസിനോട് ഒരു ഫാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി MCUവിനകത്ത് ബ്ലാക്ക് വിഡോയുടെ ക്യാരക്ടറിന് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്കാർലറ്റ് ജോൺസൺ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും ഈ ഒരു ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്. ആൻഡ് അത് എങ്ങനെ ചെയ്യും, എങ്ങനെ സാധിക്കും എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. അതുകൂടാതെ തന്നെ ഈവൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സിനിമ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് വിഡോ ഫിലിം ഞാൻ പ്രൊഡ്യൂസും കൂടി ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ സ്കാർലറ്റ് ജോഹാൻസന്റെ ഭാഗത്ത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, സ്കാർലറ്റ് ജോഹാൻസൺ ഡൂംസ്ഡേയിൽ വരുമോ ഇല്ലയോ, അതോ സീക്രട്ട് വേഴ്സിൽ വരുമോ, ഓൾട്ടർനേറ്റ് യൂണിവേഴ്സിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ കാണുന്നതിനകത്ത് എത്ര പേര് ആക്ച്വലി എൽഡൻ റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം കളിച്ച് തീർത്തിട്ടുണ്ട് കമന്റ് ചെയ്യാദ്യം. ആൻഡ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ആ ഒരു ജോൺറ ഗെയിം എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം അത് ഭയങ്കര ഡിഫിക്കൽട്ടി ലെവലായിട്ടുള്ളൊരു ഗെയിമാണ്. ആൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു ഒരു കുതിരയുടെ പൊക്കത്തിരിക്കുന്ന ആ ഒരു ബോസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഞാൻ ചത്തു. അതോടെ ഞാൻ നിർത്തിയതായിരുന്നു ആ ഒരു ഗെയിം. പക്ഷേ നിങ്ങൾ ആ ഒരു ഗെയിമിൻ്റെ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, A24ൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എൽഡൻ റിങ്ങിൻ്റെ ഒരു ഒഫീഷ്യൽ ലൈവ് ആക്ഷൻ സിനിമ നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. ആൻഡ് അതിനെക്കുറിച്ച് ബാക്കിയുള്ള അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അവരിപ്പോൾ എന്താണെങ്കിലും അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മാഡം വെബ് എന്ന് പറഞ്ഞിട്ടുള്ള സോണിയുടെ സിനിമ, അതിനെക്കുറിച്ച് റീസെൻ്റ്ലി നമ്മുടെ സിഡ്നി സ്വീനി തന്നെ അതിനെക്കുറിച്ചിട്ടൊരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിനിമ നിങ്ങൾ അഭിനയിച്ച ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ബോംബ് ഇട്ടപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഇത്രയും പറഞ്ഞുള്ളൂ, ആസ് എ ആക്ട്രസ് എനിക്ക് പറയാനുള്ളൂ. അതായത് ആ ഒരു സിനിമയിൽ അഭിനയിച്ചതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഐ ഹാഡ് മൈ ഫൺ എന്നാണ് പുള്ളിക്കാരി ആ ഒരു ഇൻ്റർവ്യൂറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് സിനിമ എങ്ങനെ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കുമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യത്തിൽ പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് ഒരു കൺട്രോൾ ഇല്ല. അത് ശരി തന്നെയാണ്. പക്ഷേ ആസ് ഒരു ആക്ട്രസ് ആ ഒരു സിനിമയ്ക്കകത്ത് ആക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത്.
എന്ത് കണ്ടാണോ എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ഇതായിരുന്നു സിഡ്നി സ്വിനിയുടെ റിയാക്ഷൻ. സോ നിങ്ങളൊരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ അടുത്തിടയിൽ ഗായ് റിച്ചിയുടെ ഭാഗത്തുനിന്ന് ആപ്പിൾ ടിവിക്കകത്ത് നമുക്ക് ഫൗണ്ടൻ ഓഫ് യൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അഡ്വഞ്ചർ സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ജോൺ ക്രിസൻസ്കിയും നതാലി പോർട്ട്മാനുമാണ് ഇതിനകത്ത് മെയിൻ കാസ്റ്റിനകത്ത് വരുന്നത് തന്നെ. ആൻഡ് പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഇതേപോലെ മൾട്ടിപ്പിൾ സിറ്റിയിൽ പോയി ട്രഷർ ഹണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് അത്യാവശ്യം നൈസ് ഒരു പടമായിട്ട് എനിക്ക് തോന്നിയ വൺ ടൈം വാച്ചബിൾ ആണ്. അല്ല കിഡിലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതേപോലെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. കാരണം എന്നോട് ചോദിക്കണമെങ്കിൽ കുറേ കാലം കൂടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒരു ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു അഡ്വഞ്ചർ സിനിമ ഞാൻ കാണുന്നത് തന്നെ. അതുകൂടാതെ തന്നെ ട്രഷർ ഹണ്ട് ഫിലിം ഞാൻ കാണുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇനി അപ്കമിങ് സിനിമ ആയിട്ടുള്ള സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് സേഡി സിംഗിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് എനിക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അത് എൻ്റെ ഏറ്റവും വലിയൊരു ജീവിതാഭിലാഷമായിരിക്കും. ആൻഡ് ഞാൻ ഈ പറയുന്ന കുറേ റൂമേഴ്സ് കേട്ടു, ഞാനാണ് സ്പൈഡർ വുമണ്, മേഡേ പാർക്കർ ഞാനാണ്, ബ്ലാക്ക് കാറ്റ് ഞാനാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ആൻഡ് അതൊക്കെ ഭയങ്കര കിടിലനായിരുന്നു. ആ റൂമേഴ്സ് എന്ന് മാത്രമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ സത്യം പിന്നെ ക്ലാസ് കൊടുത്തേക്കണം നമ്മുടെ ആൻഡ്രൂ ഗ്രാഫീൽഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും കിടിലൻ തന്നെയാണ്, ആരും ഒന്നും പറയുന്നില്ല. സോ സ്കൈ വാക്കർ സാഗയ്ക്ക് ശേഷം നമുക്ക് പുതിയൊരു സ്റ്റാർ വാർസിന്റെ ട്രിയോളജി നമുക്ക് കിട്ടുമെന്നുള്ളൊരു കാര്യം നമുക്ക് റീസെന്റ് കുറച്ചധികം ന്യൂസിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. അത് അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് റയാൻ റെനോൾഡ്സ് ഒരു അഡ്വൈസ് ഡിസ്നിക്ക് ഈയിടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പറഞ്ഞാൽ ഈ ഒരു ഫ്രാഞ്ചൈസ് വെച്ച് നിങ്ങളൊന്ന് ഗാംബിൾ ചെയ്ത് നോക്ക്, R-rated ആക്ക് സ്റ്റാർ വാർസ് എന്നാണ് റയാൻ റെനോൾഡ്സ് പറയുന്നത് തന്നെ. നമുക്കറിയാം റയാൻ റെനോൾഡ്സ് R-rated ആയിട്ടുള്ള ഫിലിംസ് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നതാലി പോർട്ട്മാൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇതുവരെ എന്നോട് ആരും വന്നിട്ട് ഈ ഒരു എൻ്റെ ക്യാരക്ടറിനെ റീപ്രൈസ് ചെയ്യുമെന്നൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് താല്പര്യമുണ്ട്, കാരണം ഐ ആം ഓപ്പൺ ടു എനിത്തിങ്. കാരണം എന്നാൽ മാത്രമേ ലൈഫിൽ ഫൺ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ആൻഡ് അത് വെച്ചൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും നതാലി പോർട്ട്മാനും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ ഒഫീഷ്യലി മരിച്ചായിരുന്നു. അപ്പോൾ ഒരു പ്രീക്വലിലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഗസ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അശോകയുടെ പുതിയ സീസണിൽ വല്ലതും പുള്ളിക്കാരി വരുമായിരിക്കുമെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രീം സീക്വൻസിൽ വല്ലതും ആയിരിക്കും. സോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ന്യൂസിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. അതായത് എന്തുകൊണ്ട് ഡൂംസ്ഡേയും സീക്രട്ട് വാർസും മാർവൽ പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെ. ഒറിജിനലി ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയ് 2026 ഡൂംസ്ഡേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുകൂടാതെ തന്നെ വീണ്ടും മെയ് 2027 സീക്രട്ട് വാർസ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോഴത്തെ പുതിയ പോസ്റ്റ്പോണ്ട് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ കിട്ടിയേക്കുന്ന ഡേറ്റ്സ് എന്താന്ന് പറഞ്ഞാൽ ഡിസംബർ 2026 ഡൂംസ്ഡേയും അതുകൂടാതെ തന്നെ പുതിയ ഡിസംബർ 2027 നമുക്ക് സീക്രട്ട് വാർസുമാണ് നമുക്ക് പുതിയ അപ്ഡേറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിനെക്കുറിച്ച് കെവിൻ ഫീജിയും അതുകൂടാതെ തന്നെ മാർവലും ഡിസ്നിയൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി പ്രൊഡക്ഷനിൽ ടൈം വേണം. ആൻഡ് ഇപ്പോൾ കിട്ടിയേക്കുന്ന ആ ഒരു ഷെഡ്യൂൾസ് വെച്ചിട്ട് അവർക്ക് എന്താണെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഡെലിവറി ചെയ്യണം. ഇത് എല്ലാവരും ഇത് തന്നെയാണ് എക്സ്ക്യൂസ് പറയുന്നത്. അതൊരു ഗെയിം ഡിലേ വന്നു കഴിഞ്ഞാലും സിനിമ ഡിലേ വന്നാലും സീരീസ് ഡിലേ വന്നാലും എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. അവർക്ക് കുറച്ചും കൂടി ക്വാളിറ്റി വർക്ക് ചെയ്യാൻ വേണ്ടി ടൈം വേണം. ഞാൻ ഇത്രേ പറയുള്ളൂ, എത്ര ടൈം വേണമെങ്കിലും എടുത്തോ, പക്ഷെ നമുക്ക് ലഭിക്കുന്ന സാധനം ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും. അത് മാത്രമേ എനിക്കും എന്താണെങ്കിലും പറയാനുള്ളൂ. സോ ഇതെല്ലാം തന്നെയാണ് ഈ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂസ്. ഇതിനകത്ത് നിങ്ങൾ ഏത് ന്യൂസിന് വേണ്ടിയിട്ടായിരുന്നു എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്? ആൻഡ് ആ ഒരു പോസ്റ്റ്പോണ്ട് ചെയ്ത കാര്യം കൊണ്ട് നിങ്ങൾക്ക് നിരാശയായോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്. സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.